ഹലോ, എൻ്റെ പേര് എബിൻ. ഞാൻ ടെക്കോളാസ് കൊച്ചിയിൽ ഡേറ്റ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളോട് പവർ ബി ഐനെ പറ്റി പറയാൻ വന്നതാണ്. പവർ ബി ഐ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. അതിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ നമുക്കൊരു റോ ഡേറ്റ, ഒരു ടാബ്ലർ ഡേറ്റ ഡാഷ്ബോർഡ് ഫോമിലോട്ട് ആക്കാൻ. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിരിക്കും, യൂസേഴ്സിന് കണ്ടിരിക്കാൻ തോന്നും. മറ്റേത് കുറച്ചും കൂടി ബോറിങ് സ്റ്റഫാണ്. അത് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആക്കാനും യൂസേഴ്സിന് ഡേറ്റ കുറച്ചും കൂടി ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പവർ ബി ഐ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പവർ ബി ഐ കൂടുതലും എവിടെ യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ CEO, പിന്നെ മാനേജേഴ്സ്, അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് അവരോടൊക്കെ യൂസ് ചെയ്യാൻ ഡേറ്റാസ് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഡേറ്റ കണ്ട് മനസ്സിലാക്കി അതിനെ പറ്റിയുള്ള ഡിസിഷൻ മേക്കിംഗ് വേണ്ടിയാണ് ഡാഷ്ബോർഡ് യൂസ് ചെയ്യണത്. ഞാൻ ഇപ്പോൾ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡാഷ്ബോർഡ് ഞാൻ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഡാഷ്ബോർഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അത് റിപ്പോർട്ട് വ്യൂവിലാണ് കിടക്കുന്നത് പവർ ബി ഐയിൽ. മറ്റേതെന്ന് പറയുമ്പോൾ ടാബ്ലർ ഫോം എന്ന് പറയുമ്പോൾ ടേബിൾ വ്യൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്, മാർക്കറ്റ് ഇൻസൈഡ് ഓഫ് ടെസ്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ 4 ചാർട്ട്സും 2 കാർഡ്സും ഉണ്ട്. പെയിൻ ഡിസ്ട്രിബ്യൂഷൻ, മോഡൽ വൈസ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, മോഡൽ അവൈലബിലിറ്റി ബൈ റീജിയൻ, മോഡൽ കൗണ്ട് സമ്മറി ആണ് നമ്മുടെ 4 ചാർട്ട്സും. പിന്നെ 2 കാർഡ്സ് എന്നുള്ളത് ടോട്ടൽ മോഡൽ കൗണ്ട്സും ആവറേജ് പ്രൈസുമാണ്. പിന്നെ ഈ ഡാഷ്ബോർഡ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു സ്ലൈസർ ഉണ്ട്. അത് നമുക്ക് ബട്ടൺസ് ആയിട്ട് യൂസ് ചെയ്യാം. അതിലിപ്പോൾ 4 സ്ലൈസറാണ് ഇപ്പോൾ ഉള്ളത്, 4 ബട്ടണാണ് ഉള്ളത്. അതിലിപ്പോൾ 4 മോഡലുണ്ട്. ടെസ്ലയുടെ തന്നെ 4 കാർ മോഡൽസാണുള്ളത്. മോഡൽ 3, മോഡൽ എസ്, മോഡൽ എക്സ്, മോഡൽ വൈ. നമ്മൾ ഈ മോഡൽ ഓരോ മോഡൽ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡാഷ്ബോർഡ് മാറും. ഇപ്പോൾ നമ്മൾ മോഡൽ 3 സെലക്ട് ചെയ്തു. അതിൽ പെയിൻ ഡിസ്ട്രിബ്യൂഷൻ അതിലിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കാണാം ഒരു വൈറ്റ് ബോക്സ് കാണാം. അതിൽ നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ആ ചാർട്ടിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പെയിൻ ജോബ് ഏതാണ് പെയിൻ ജോബ്, പിന്നെ ആ മോഡൽ എത്ര കൗണ്ട് ഉണ്ട്, ആ സ്പെസിഫിക് മോഡലിൻ്റെ കൗണ്ട് കാണിക്കും. പിന്നെ ആ മോഡൽ ഏതൊക്കെ റീജിയൻസിൽ അവൈലബിൾ ഉണ്ട് അത് നമുക്ക് വേൾഡ് മാപ്പിൽ കാണാം. പിന്നെ മോഡൽ കൗണ്ടിൻ്റെ ഒരു കമ്പാരിസൺ കാണാം നമുക്ക്. മോഡൽ 3, മോഡൽ എക്സ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏത് മോഡലിനാണ് കൂടുതൽ പ്രൊഡക്ഷൻ, ഏത് മോഡലാണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു കൗണ്ട് കിട്ടും, ഒരു ചാർട്ട് കിട്ടും. പിന്നെ ഉള്ളത് ടോട്ടൽ മോഡൽ കൗണ്ട്സിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ, ആ മോഡലിൻ്റെ ഒരു ആവറേജ് പ്രൈസുമാണ് നമുക്ക് ഈ 2 കാർഡ്സിലും കാണുന്നത്. പിന്നെ ഉള്ളത് മോഡൽ വൈസ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ആ ചാർട്ട് നമ്മൾ സ്ലൈസറിലോട്ട് കണക്ട് ചെയ്തിട്ടില്ല. കാരണം അത് നമ്മളൊരു ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു കമ്പാരിസണിന് വേണ്ടിയാണ് നമ്മൾ ചാർട്ട്സ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ സ്ലൈസോട്ട് ആഡ് ചെയ്ത് തന്നെ അത് ഒരു കമ്പാരിസൺ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ലൈസോട്ട് കണക്ട് ചെയ്യാത്തത്. ഈ സ്ലൈസറിന് മെയിൻ പർപ്പസ് തന്നെ നമുക്ക് ഡാഷ്ബോർഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ഒരു കുറച്ചും കൂടി ടോട്ടൽ ഒരു ആവറേജ് ഇതായിട്ടാണ് നമുക്ക് ഡാഷ്ബോർഡ് കാണുന്നത്. ആ ഡാഷ്ബോർഡ് നമ്മളൊന്ന് ഡേറ്റ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സ്ലൈസർ യൂസ് ചെയ്യണത്.